ചെല്ലാനത്തെ വികസന കുതിപ്പിൽ നാഴികക്കല്ലാണ് ഫിഷിംഗ് ഹാർബറെന്നും ഹാർബറിന്റെ വികസനത്തിന് ഓഫീസ് അത്യന്താപേക്ഷിതമാണെന്നും കൊച്ചി എംഎൽഎ കെ.ജെ. മാക്സി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ ചെല്ലാനം സബ് ഡിവിഷൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെല്ലാനത്തിന്റെ വികസന കുതിപ്പിൽ നാഴികക്കല്ലാണ് ഫിഷിംഗ് ഹാർബർ എന്ന് എംഎൽഎ കെ.ജെ. മാക്സി പറഞ്ഞു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ ചെല്ലാനം സബ് ഡിവിഷൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫിഷീസ് ഗ്രാമത്തിൽ ഒരു ഹാർബർ വേണമെന്നുണ്ട്, ഫിഷിംഗ് ഹാർബർ വേണമെന്നുണ്ട്. 2007 നമ്മുടെ കേരള മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനായിരുന്നു, ഫിഷീസ് മന്ത്രി ശർമ്മയായിരുന്നു. ആ അവസരത്തിലാണ് ചെല്ലാനം ഫിഷിംഗ് ഹാർബർ അംഗീകാരം കിട്ടുന്നത്. ആദ്യം ഇതിന് നടത്തിപ്പിനായിട്ട് 5 കോടി രൂപയാണ് അനുവദിച്ചത്. ആ 5 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മുന്നോട്ട് പോയ ഘട്ടത്തിൽ പിന്നീട് ഒരു പുലിമുട്ട് മാത്രം നിർമ്മിച്ചുകൊണ്ടാണ് തൽക്കാലം വള്ളങ്ങളൊക്കെ അടുത്ത് തുടങ്ങി അതിൻ്റെ ആൾക്കാർ മുന്നോട്ട് പോയത്. ഹാർബറിന്റെ വികസനത്തിൽ ഓഫീസ് അത്യന്താപേക്ഷിതമായ ഘടകമാണെന്നും കൊച്ചി മണ്ഡലം നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകുകയാണെന്നും എംഎൽഎ കൂട്ടിച്ചേർത്തു. ചെല്ലാനം ഫിഷിംഗ് ഹാർബർ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി DPR സ്കീമിൽ 500 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതിന് പ്രകാരം 120 മീറ്റർ വീതമുള്ള 2 പുലിമുട്ടുകൾ 543.36 ലക്ഷം രൂപ ചിലവിൽ പൂർത്തിയാക്കി. പദ്ധതിയുടെ രണ്ടാം ഘട്ട വികസനത്തിനായി 2990 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും 30 മീറ്റർ വടക്കേ പുലിമുട്ട്, 450 മീറ്റർ തെക്കേ പുലിമുട്ട് എന്നിവ പൂർത്തിയാക്കുകയും ചെയ്തു. ചെല്ലാനം പഞ്ചായത്ത് പ്രസിഡന്റ് KD പ്രസാദിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് അംഗങ്ങളായ സീമ ബിനോയ്, സിംല ജോസി, ഹാർബർ എഞ്ചിനീയറിംഗ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ വിജി കെ തട്ടാമ്പുറം, ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ S മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ,